ദുബായ് ജോസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഞാനിപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തിയേറ്ററുകളിൽ തരംഗം തീർക്കുന്ന ടർബോ ജോസ് ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓളം തീർക്കുന്നത് ദുബായ് ജോസ് ആണ്. ടർബോ ജോസിനേക്കാളും സോഷ്യൽ മീഡിയയിൽ ദുബായ് ജോസ് കയറി മിന്നിയത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അന്നോട്ടാണ് ആ തരംഗം തുടങ്ങിയത്. 20 വർഷം മുൻപ് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിൽ നടൻ റിയാസ് ഖാൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് ദുബായ് ജോസ്. ഈ ചിത്രത്തിൽ റിയാസ് ഖാന്റെ അടിച്ചു കയറിവ എന്ന ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. ടർബോ സിനിമയുടെ ജോസ് എന്ന കഥാപാത്രവും ഹിറ്റായതോടെയാണ് ദുബായ് ജോസും തരംഗമായത്. ഒരു സ്പൂഫായി കണ്ടാണ് പലരും ദുബായ് ജോസിനെ വൈറലാക്കിയത്. അതിനുശേഷം റിയാസ് ഖാനെ മിമിക്രിയിലൂടെ അവതരിപ്പിക്കുന്ന പലരും അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തുകൊണ്ട് ദുബായ് ജോസ് വൈറലായി അതിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വോയിസ് മാറ്റി ഡബ് ചെയ്തുകൊണ്ടുള്ള വീഡിയോയും എത്തിയതും വളരെ കൗതുകവും ചിരിയും സൃഷ്ടിക്കുന്ന ഒന്നായി മാറി. സിബി മലയന്റെ സംവിധാനത്തിൽ 2004 പുറത്തിറങ്ങിയ ചിത്രമാണ് ജലോത്സവം. കുഞ്ചാക്കോവൻ, നവ്യ നായർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ ചീങ്കണ്ണി ജോസ് എന്ന വിളിപ്പേരുള്ള ദുബായ് ജോസ് എന്ന വില്ലൻ കഥാപാത്രമാണ് റിയാസ് ഖാൻ വേഷമിട്ടത്. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളിയുടെ കഥയാണ് ജലോത്സവം പറഞ്ഞത്. റിലീസായ സമയത്ത് ലഭിക്കാതിരുന്ന സ്വീകരണമാണ് ഇന്ന് അപ്രതീക്ഷിതമായി ദുബായ് ജോസിന് ലഭിക്കുന്നത്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ ടർബോ ഓടുന്ന അതേ അവസരത്തിൽ തിയേറ്ററുകളിൽ മിന്നുന്ന പ്രകടനം കാണിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ 75 കോടിയും മറികടന്നത്. 75 കോടി മറികടന്നതോടെ പൃഥ്വിരാജിന് പുതിയൊരു മൈൽ സ്റ്റോണും സ്വന്തമാക്കാൻ സാധിച്ചു. പൃഥ്വിരാജ് ഗംഭീരമായ 2 ചിത്രങ്ങൾ കൊണ്ട് ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷനാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആടുജീവിതവും ഇപ്പോഴിതാ ഗുരുവായൂർ അമ്പലനടയിലും. 75 കോടി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 75 കോടി നേടിയ നടന്മാരുടെ ലിസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് നിരവധി ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു. 75 കോടി ഏറ്റവും കൂടുതൽ മറികടന്ന ചിത്രങ്ങളുള്ള താരം ഒന്നാമത് മോഹൻലാൽ തന്നെയാണ്. 3 ചിത്രങ്ങളിലൂടെ 75 കോടി മോഹൻലാലിന് മറികടക്കാൻ സാധിച്ചു. തൊട്ടു പിന്നാലെ പൃഥ്വിരാജും എത്തി 2 ചിത്രങ്ങളിലൂടെ 75 കോടി മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മമ്മൂട്ടിയുമുണ്ട്. 2 ചിത്രങ്ങളിലൂടെ 75 കോടി മറികടന്നു മമ്മൂട്ടിയും. ഫഹദ് ഫാസിൽ 1 ചിത്രം, നസ്ലീൻ 1 ചിത്രം, ദുൽഖർ സൽമാൻ 1 ചിത്രം, നിവിൻ പോളി, പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ 1 ചിത്രം, ബേസിൽ ജോസഫ് 1 ചിത്രം, ടൊവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോവൻ 75 കോടി മറികടന്ന 1 ചിത്രം അവർക്കുമുണ്ട്. അങ്ങനെ ഈ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ബോക്സ് ഓഫീസ് തേരോട്ടവും കാണിച്ചിരിക്കുകയാണ്. ബോക്സ് ഓഫീസിലും സോഷ്യൽ മീഡിയയിലും ഇവരൊക്കെയാണ് ഇന്നേ ദിവസം വൈറലായിക്കൊണ്ടിരിക്കുന്ന പ്രമുഖർ.